എടാ, അവിടെ നമ്മൾ ആനപ്പിണ്ടൊക്കെ കണ്ടായിരുന്നല്ലോ. പേടിയുണ്ടോ? പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഗാർഡൻ്റെ ഉള്ളിൽ ഇവിടെ മാത്രം കുറച്ച് സ്പേസ് ആയിട്ട് കാണുന്നുള്ളൂ. ഇവിടെ സെറ്റ് ചെയ്താലോ? എന്താടാ, ഞണ്ട് മീനെ പിടിക്കുന്ന? ശരിക്കും എടാടാ, ഞണ്ട് മീനെ പിടിക്കുന്നുണ്ടെന്ന്. ഇവിടെ മൊത്തം പായലാട്ടോ, തെന്നിക്കിടക്കും. എവിടെ എവിടെ എവിടെ? എടാ ശരിയാണല്ലോ. എടാ നോക്കിക്ക്, അത് നീ കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ചിട്ടെടുത്ത്. ഞണ്ടിനെ പിടിക്കാൻ പറ്റുമോ? ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ചുറ്റും നോക്കിക്കോട്ടോ. എന്താടാ വല്ല അനിമൽസ് വരുന്നുണ്ടോ? വരുന്നുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പ്രശ്നമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. സംശയം ഉണ്ടെങ്കിലല്ലേ പ്രശ്നം. ഓർമ്മ സെറ്റ് ചെയ്തു. അതെടുത്ത്, മറ്റേതെടുത്ത്. ഈ ചൂണ്ട ഒന്നും ഇല്ലാണ്ട് മീൻ പിടിക്കുന്ന എന്തെങ്കിലും ടെക്നിക്ക് അറിയോ ക്യാമറമാനും? ചാടി കൊണ്ട് പിടിക്കണം. ആ അല്ല, ഒന്നാമത് കലങ്ങി കിടക്കുക, അതാ ഞണ്ടിനെ നമുക്ക് കിട്ടാതെ. ഇല്ലെങ്കിൽ ഞണ്ടിനെ നമുക്ക് ഏതെങ്കിലും വള്ളിയിൽ തൂക്കിയിട്ടിട്ട് വിട്ടാൽ മതിയായിരുന്നു, അത് മീൻ പിടിച്ച് തന്നേനെ. ജീവനുണ്ടെങ്കിൽ പിടിക്കണോ? അവൻ വേണമായിരുന്നു, അവൻ ക്ലാസ്സിലല്ലേ. ജീവന് ഈ വീഡിയോ നീ കാണില്ല എന്നറിയാം, എവിടെയെങ്കിലും അറിയാതെ കാണുവാണെങ്കിൽ ശ്രദ്ധിച്ചോട്ടോ. അടുത്ത പ്രാവശ്യം നമ്മുടെ കൂടെ വരണേ. നമുക്കിത് പിരിക്കാം. ഒന്നും കഴിച്ചിട്ടില്ല. പിടിച്ചോ, എങ്ങനെ വെക്കാം? ഇവിടെ നിന്ന് കയറ്റാം, ഇവിടെ നിന്ന് കേൾക്കുന്നു. ഇതെങ്ങനെ വലിച്ച് വലിച്ച് ഇടുമ്പോൾ നീ എനിക്ക് കുറച്ച് കുറച്ച് നീട്ടി തന്നാൽ മതി. അതിട്ടോളാം, കുഴപ്പമില്ല. മതി, അത് മതി, എത്ര മതി, എത്ര മതി. വരട്ടെ വരട്ടെ വരട്ടെ. ഇത് വെള്ളത്തിൽ വീഴാൻ പാടില്ല. അവിടെ അവിടെ അടിക്ക് അടിക്ക്. സൂപ്പർ. നമ്മുടെ ഏകദേശം ടെൻറ്റ് സെറ്റ് ചെയ്തു. ഇനി അപ്പം കൊടും വനത്തിൻ്റെ നടക്കാണ് ഇപ്പം നിൽക്കുന്നത്. ഏതെങ്കിലും അനിമൽസ് വരുന്നുണ്ടോ നോക്കണം. നീ എന്ത് ചെയ്യൂടാ? സല്യൂട്ട് കൊടുക്കണോ ആർക്ക്? വരാൻ നേരത്തെ ഇവിടെ കലക്ക വെള്ളമായിരുന്നു, ഇപ്പോൾ കുറച്ച് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, വെയിലും ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചുറ്റും ഏതെങ്കിലും അനിമൽസ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതനുസരിച്ചിട്ട് മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം മീൻ പിടിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ കുത്തി പിടിക്കാൻ പറ്റുവാണോ നോക്കണം. എന്താടാ അതൊക്കെ ഇവൻ ഹൈ ലെവലിലാണ് സംസാരിക്കുന്നത്. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ചെറിയ ചെറിയ പാമ്പുകളൊക്കെ ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല. നമ്മളെ ഒരു കോല് നമ്മൾ റെഡിയാക്കിയിട്ട് കുത്തി പിടിക്കാനുള്ള പ്ലാനിങ് ആണ്. വെള്ളം കുറച്ച് ഇപ്പോൾ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ അത് വെള്ളം, അതായത് നമ്മൾ മീൻ പിടിക്കുന്നേക്കാൾ മുമ്പ് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാമല്ലോ. ഭക്ഷണം കഴിക്കാമല്ലോ ക്യാമറമാനെ? കഴിക്കാം. എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ ടെൻറ്റിലിട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് മുകളിലോട്ട് പോവുകയാണ്. നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് വേനൽക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ സമയത്ത് വലിയ രീതിയിൽ വെള്ളമില്ലായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ ഇപ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു തനിതായ നാടൻ രീതിയിൽ, ഒരു ട്രൈബൽ രീതിയിലുള്ള മീൻപിടുത്തമാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് സംസാരിക്കും. നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി കഴിഞ്ഞില്ലടാ. ഓക്കെ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. ഇവിടെ നമുക്ക് ഞാൻ ഇപ്പുറത്ത് കിടക്കണോ, നീ അപ്പുറത്ത് കിടക്കണോ? നമുക്ക് ഊട്ടി പോയപ്പോഴേ നമുക്ക് അവിടെ വലിയ റോഡിന്റെ സൈഡ് വല്ല ടെന്റ് അടിച്ച് കിടന്നാ മതിയായിരുന്നു. അതന്നല്ലേ പറഞ്ഞത്. എടാ ഇവിടെ പ്രൈവസി ഉണ്ടോ? സുഖമായിട്ട് കിടക്കല്ലേ? ഈ രണ്ടുപേരും ഉദ്ദേശിച്ചപ്പോഴേ നീ അല്ലാണ്ട് വേറെ വല്ല തുണയുണ്ടെങ്കിൽ മതിയായിരുന്നു ഞാൻ ഇരിക്കണേ. ഇത് ശരിയല്ല, ഈ കാട്ടിന്റെ ഉള്ളിലും വേറെ സിനിമ. അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ഫുഡ് അടിക്കാം. മീൻ പിടിക്കാൻ നിനക്ക് അറിയാലോ? ഓ, മീൻ പിടിക്കാൻ അറിയാം, പക്ഷെ വറുത്ത് തരാൻ എനിക്ക് പറ്റില്ല. ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഈ കാട്ടിൽ എന്തെങ്കിലും ഉണ്ടോട്ടായി? കാട്ടിലുണ്ടാ മരം, ആനപ്പിണ്ടം വരുന്ന വഴിക്ക് ഉണ്ട്. ആന അല്ലാണ്ട് വേറെ വല്ല രാത്രിയാവുമ്പോ. ഇപ്പൊ നമ്മുടെ ഫുഡിന്റെ ടൈമാണ്. ഇല്ലടാ, പറഞ്ഞ നീ അങ്ങനെ കഴിക്കുമല്ലോന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. നല്ല അടിപൊളി ഫുഡാട്ടോ. ആണോ? കുറച്ച് റൈസ് എടുക്കുക. വെള്ളം കുടിക്കാവോടാ? അരുവി വെള്ളമല്ലേ? കൊടും വനത്തിന്റെ നടക്ക് ടെന്റ് അടിച്ച് ഞാനും എന്റെ കബാബും
യെസ്, വിശന്നിരിക്കുമായിരുന്നു തോന്നുന്നു. സോ നല്ല ഫ്രൈഡ് റൈസും ഇത് സോസാട്ടോ, പിന്നെ ഒരു കബാബ് പീസും ഉണ്ട്. ഇവർ രണ്ടുപേരും ഉള്ളിലിരുന്നു, ഞാൻ പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉള്ളിലും ഇരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കിടക്കാം, 3 പേർക്ക് കിടക്കാം അല്ലേ? ആ, എങ്ങനെയുണ്ട് ഫോറസ്റ്റ് വൈബ്, കാട്ട് വൈബ്? എടാ, ആ ടെൻറ്റിൻ്റെ ബാക്കിൽ ആരാ? ഇലയാണോ? നമുക്കിന്ന് രാത്രി ഇവിടെ ക്യാമ്പ് അടിച്ചാലോ? നീ പാടാ. ഞാനേ കോല് വല്ലതും കിട്ടുമോ? റെക്കോർഡല്ലേ? റെക്കോർഡാണോ? കോല് വല്ലതും കിട്ടുമോ നോക്കിട്ട് വരാം കേട്ടോ. സോ നമ്മുടെ ടെൻറ്റ് ഇങ്ങനെ കിടക്കട്ടെ. എന്തായാലും പ്ലാസ്റ്റിക് വെച്ചപ്പം മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ അറിയില്ലല്ലോ, നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോകും. എനിക്കറിയില്ല, അനിലാണ് പറഞ്ഞത് കോല് പിടിച്ച് കുത്തി നമുക്ക് പിടിക്കാമെന്ന്. പക്ഷെ അതിന് ഷാർപ്പ് കണ്ണ് വേണം നമുക്ക്, ഇല്ലെങ്കിൽ ആ ഞണ്ടിനെ പിടിക്കാം. നേരത്തെ മീൻ പിടിച്ച ഞണ്ടില്ലേ, ആ ഞണ്ടിനെ പിടിച്ചിട്ട് ചൂണ്ട പോലെ ഇങ്ങനെ ഇട്ടാൽ മതി, ആ ഞണ്ട് മീനെ പിടിച്ചോളും. ഇവിടെ ഈ പുഴയുടെ വഴി നമുക്ക് അങ്ങനെ പോയിട്ട് വരാം അല്ലേ? യെസ്, വെള്ളം കുറച്ച് ക്ലിയർ ആയി കേട്ടോ. നമ്മുടെ ടെൻറ്റ് ഇവിടെ ഉണ്ട്. ആനയൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആന വന്നെങ്കിൽ ടെൻറ്റ് ഒന്നും ഉണ്ടാവില്ല. കോല് കിട്ടിയോ? ഷാർപ്പുണ്ടോ അതിൻ്റെ? ഇത്രയും ഷാർപ്പ് പോലെ മീൻ കിട്ടുന്നതാണ് കഷ്ടം. നെത്തോലി പോലത്തുള്ള മീനല്ലേ ഉള്ളത്. ഓ, അങ്ങോട്ട് കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിലല്ലേ? ഈ വഴി പോകണോ? എങ്ങനെ പോകണേ? ഇങ്ങനെ കയറി പോകാനേ? അനിലേ, എന്താ വഴി പോകരുത്? ഇന്ത വഴി പോകാം. അന്ത വഴി പോകാനല്ലേ? ഓക്കെ, പോലെ. യെസ്, ലെറ്റ്സ് ഗോ. ഈ പുഴയിലൂടെ തന്നെ മുന്നോട്ട് നടക്കുവാണ്. പുറകിലില്ലേ, നിലത്ത് നോക്കി നടക്കണം എന്ന് പറഞ്ഞ ആൾ തന്നെ ചെറുതായിട്ട് ഇപ്പോൾ പോയി. അവിടെ എന്തെങ്കിലും സാധ്യത ഉണ്ടോടാ? ഇവിടെ ഇങ്ങോട്ട് കുറച്ച് കുഴിയാട്ടോ, ഈ ഭാഗം കുറച്ച് കുഴിയാണ്. നീ മുകളിലോട്ട് കയറിക്കോ, ഇതിൻ്റെ സൈഡിൽ കൂടെ പോവാം. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്, കണ്ടില്ല? ഇതിലൂടെയൊക്കെ വെള്ളം നല്ല രീതിയിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ പാടാണുള്ളത്. കുറച്ചും ദൂരം കൂടെ നമുക്ക് പോയി നോക്കാം. എന്തെങ്കിലും ഞണ്ടെന്തെങ്കിലും കിട്ടും? ഞണ്ട് വല്ല ഉണ്ടോ നോക്കിയതാ. എടാ, കല്ല് പൊക്കിയെങ്കിൽ ഞണ്ട് നമുക്ക് കാണാം. മിസ്സായിടാ. നമ്മൾ വെള്ളത്തിക്കര നടന്നിട്ട് കാര്യമില്ലാന്ന് തോന്നുടാ. നോക്കിക്കോ, ഓരോ മരത്തിന്റെ വലിപ്പം കണ്ടില്ല എത്ര എന്നോ. ഈ മരം കണ്ടോ? ഇത് പിന്നെ അതോ ഓർണം. റോഫേ, നീ എന്താ പേടിക്കുന്ന? അട്ടയാണോ? നമ്മൾ ഇത് ഈ സ്പോട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ കണ്ടു കാണും. നമ്മൾ അന്ന് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നത്. അതെ അതെ അതെ, സെയിം സ്പോട്ടാണ്. അന്ന് ഇത്ര ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇപ്പൊ നല്ല വെള്ളമല്ലേ? ഇപ്പൊ നല്ല വെള്ളമായിട്ടുണ്ട്. കുളിക്കാൻ തോന്നുന്നു, പക്ഷെ കുളിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ അതിനുള്ള സംവിധാനങ്ങളില്ലല്ലോ. യെസ്, നമ്മൾ ഒരുപാട് ദൂരം മുകളിലോട്ട് വന്ന് ഈ ഒരു ഭാഗം കണ്ടില്ല, എന്ത് അടിപൊളിയാന്ന്. മീന് കിട്ടില്ലെങ്കിൽ എന്താണ്, ഈ വൈബ് ആസ്വദിക്കാൻ പറ്റിയല്ലോ. മഴ ചാരുന്നുണ്ട്. മഴയോ? പിന്നെ നമുക്ക് ഇതിൻ്റെ അപ്പുറം പോകാനും പറ്റില്ല. എന്നുവെച്ചാൽ അവിടെ ഒരു മരം വീണ് കിടക്കുക. ആ, ശരിയാണല്ലേ. അപ്പോൾ ഇല്ലെങ്കിൽ കാടിൻ്റെ അകത്ത് കൂടെ കയറണം, അത് ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ കണ്ടില്ല, ഇപ്പുറത്ത് നല്ല കാടാണ്. പിന്നെ നമുക്ക് പോകേണ്ട സ്ഥലം ഇത് തന്നെയായിരുന്നു, അവിടെ നിന്ന് അപ്പുറത്ത് പോകാൻ പറ്റിയില്ല. മഴത്തുള്ളികൾ വീണ് തുടങ്ങുന്നുണ്ട്. പോണോ? പോ. നമ്മൾ ഇറങ്ങി വരട്ടാ, നിനക്ക് നല്ല പരിചയമല്ലേ ഇങ്ങോട്ടൊക്കെ, നമുക്ക് അങ്ങനെയല്ലല്ലോ. അല്ലേ, കുളിച്ചിട്ട് പോയാലോ? ആ, കുളിക്കാം. ഞാൻ ഒന്ന് പറഞ്ഞതാ, എനിക്ക് ക്യൂട്ടി ഇല്ലെങ്കിൽ സന്തൂർ വേണമെന്ന്.